ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന ആളെ ഇനി ആഫ്രിക്കക്കാരൻ കോളനി എന്നൊന്നും പറഞ്ഞ് കളിയാക്കില്ല. ഇനി നിങ്ങളെ ആരെങ്കിലും കറുത്തതാണെന്ന് പറഞ്ഞ് കളിയാക്കുവാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തു. ഇദ്ദേഹത്തിന്റെ പേര് വിരുമാണ്ടി എന്നാണ്. തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്. നാഷണൽ ജിയോഗ്രഫിയുടെ ജെനോഗ്രാഫിക് പ്രൊജക്ട് വഴി പഠിച്ചപ്പോഴേക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ജനറ്റിക് ട്രേസസ് ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം കറുത്താണ് ഇരിക്കുന്നത്, ദ്രാവിഡനാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛന്മാരായിരുന്നു ഇവിടുത്തെ തദ്ദേശീയര്. ഇനി കറുത്ത ആൾക്കാരെ ഇനി കളിയാക്കുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ ജനറ്റിക് ട്രേസ് എവിടെ നിന്ന് അന്വേഷിക്കുക. ഇദ്ദേഹത്തിന്റെ പേര് അഖിൽ ബാബു. ഞാൻ ഇദ്ദേഹത്തെ പറ്റി പറയാനല്ല ഈ വീഡിയോ ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കരുതിയത്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഭൂതകാലം പോലെ എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്യാറുണ്ട്. പുള്ളി ഈ കറുപ്പായിട്ടിരിക്കുന്നത് കൊണ്ട് കറുപ്പിനെ കളിയാക്കുന്നു ആൾക്കാർ. അതിനെ ജാതിപരമായിട്ടാണ് കറുപ്പായിട്ടുള്ള ആൾക്കാരെ കറുത്തവൻ അല്ലെങ്കിൽ വേടൻ, കുറവൻ, പുലയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതൊക്കെ ഈ കറുപ്പിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങളിലോ ഇനി അതുള്ള സനാതന വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ 10,000-5,000 വർഷം പഴക്കമുള്ള ബഹുദൈവ വിഗ്രഹാരാധന ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമോ ഉള്ള കാര്യമല്ല. ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ളത് ഈ കൊച്ചു ക്ലാസ് തൊട്ടേ ഒരു വിവരം വരുന്നത് വരെ ഈ വെളുത്ത ആൾക്കാർക്ക് കറുത്തവരോടൊരു ചെറിയ എന്താ പറയാ, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക്. ചിലർക്ക് കറുത്ത ആമ്പിള്ളേർ കറുത്താന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളല്ല കേട്ടോ. ചില പെൺകുട്ടികൾക്ക് കറുത്ത ആമ്പിള്ളേർ എന്ന് പറയുമ്പോൾ ഒരു ഇത്, ചില ആമ്പിള്ളേർക്ക് കറുത്ത പെൺകുട്ടികളാകുമ്പോൾ അത്ര ലൈൻ അടിക്കാനും പുറകെ നടക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ എല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള വേർതിരിവ് എസ്പെഷ്യലി ഈ വെളുത്ത നസ്രാണികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഈ അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്പ്, ആഫ്രിക്കയിലൊക്കെ അവർ വളരെ വലിയ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ എന്നുള്ള വലിയൊരു വേർതിരിവും അതിന്റെയൊക്കെ നമ്മുടെ ഈ ജാതിയൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പൊ അങ്ങും തെന്നിയും തെറിച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴും അവർക്കിടയിൽ അങ്ങനെയൊക്കെ ആ ഒരു കറുപ്പൻ വെളുപ്പൻ എന്നൊരു വ്യത്യാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ അവരുടെ ഇടയിലും ഉണ്ട്. അല്ലാതെ നമ്മുടെ ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഈ ദളിത് വിഭാഗം, SC ST, പിന്നോക്ക ഹിന്ദുക്കൾ എല്ലാത്തിലും തന്നെ നല്ല വെളുവെളാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ അളിയനൊക്കെ ഭയങ്കര വെളുപ്പാ, അയ്യോ. എന്നാൽ നല്ല കറുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് നല്ല കറുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് നിങ്ങൾ ഈ ബ്രാഹ്മിൺസിൽ നോക്കിയാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ അവരാണ് ഉന്നത കുലജാതർ. എസ്പെഷ്യലി നായർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നതാണല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അപ്പർ ക്ലാസ്. അതിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ കറുത്തിരിക്കുന്ന ആൾക്കാരെ കാണാം. പിന്നെ പുള്ളി ഈ ദ്രാവിഡൻ എന്നൊക്കെ പറയുമ്പോൾ ദ്രാവിഡൻ എന്ന് എടുത്തു പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം ആര്യൻ ഇൻവേഷനെ പറ്റിയിട്ടുള്ള പുള്ളിയുടെ തെറ്റായ ധാരണകളാണ്. അംബേദ്കർ പുള്ളിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അംബേദ്കർ പോലും തള്ളിക്കളഞ്ഞൊരു സാധനമാണ്. അദ്ദേഹത്തിന്റെ അത്രയും ബുദ്ധി ഒന്നും എന്തായാലും നിങ്ങൾക്കാർക്കും ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുള്ളി തള്ളിക്കളഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക ഘടനയിൽ വർഷങ്ങളായിട്ട് നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പിന്നെ ഈ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലുണ്ടായിരുന്ന പല കാസ്റ്റും നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്നുള്ളതും വാസ്തവമാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന വിഭാഗം ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതീ പറയുന്ന പോലെ അറബികളും ക്രിസ്ത്യൻസും ഒക്കെ വന്നപ്പോൾ അവർക്ക് പള്ളി പണിയാനും അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനും മതപ്രചരണം നടത്താനും ഒക്കെ നമ്മുടെ ഇവിടെ രാജാക്കന്മാർ സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ ഈ വന്നവർക്കും അവർ സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നെ അതിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ജാതീയപരമായിട്ടുള്ള വലിയൊരു ശ്രേണി തന്നെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. അറേബ്യൻ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണോ ഹിന്ദുക്കളെയൊക്കെ കൂട്ടക്കൊല ചെയ്ത് മതപരിവർത്തനത്തിനെടുത്തു, അതുപോലെ ക്രിസ്ത്യാനികൾ ഇവിടെ ഇൻക്വിസിഷൻ നടത്തുകയും കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവരും ജാതീയപരമായ സമൂഹത്തിനെ പല തട്ടുതട്ടുകളായി തിരിച്ചു. ഇതൊക്കെയാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കീഴ്ജാതിയായി മേൽജാതിയായി ഇങ്ങനെയൊക്കെ ജാതീയപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ മാത്രമാണ്. ആരെങ്കിലൊക്കെ അങ്ങനെയുള്ള ജാതി വ്യത്യാസങ്ങൾ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡിവിജ്വൽ ആണ്. മൊത്തത്തിൽ ഒരു സമൂഹത്തെ അടിച്ചമർത്തി സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റുമാണ്. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, കറുത്തവരെല്ലാവരും ദളിതര്, പിന്നോക്ക ഹിന്ദുക്കളായിരിക്കും. അവരെ സവർണരായിട്ടുള്ള, ഈ സവർണർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അതാണ്, വർണ്ണം, വെളുത്ത അപ്പർ ക്ലാസ് എല്ലാവരും വെളുത്തവരാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഈ കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു ഇത്തിരി വെളുത്തിരിക്കുന്നവന് മറ്റിത്തിരി ഭംഗി കുറഞ്ഞ ഒരുത്തനെ കാണുമ്പോൾ ഒരു അഹങ്കാരം ഒക്കെ ഉണ്ടാവും. അത് ജാതീയപരമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് നോക്കുക. വെളുത്തിരിക്കുന്നവരെല്ലാവരും അപ്പർ കാസ്റ്റ് ആണോ, കറുത്തിരിക്കുന്നവരെല്ലാവരും ലോവർ കാസ്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സവർണ വെറുപ്പ്, അതുപോലെ തന്നെ ഒരു അവർണ അപകർഷതാബോധം, കറുത്തവൻ എന്നുള്ള ഒരു അപകർഷതാബോധം ഒന്നും നമുക്ക് ആർക്കും വേണ്ട. അതൊക്കെ വിവരമില്ലായ്മ കൊണ്ട് ആൾക്കാർക്ക് ഉണ്ടായി പോകുന്നതാണ്. നമ്മളോ പഠിച്ച് മുന്നോട്ടൊക്കെ വന്നു. നമ്മൾ നമ്മുടെ കുട്ടികളോടും അതൊന്നും ഇനി പറഞ്ഞു കൊടുക്കരുത്. മക്കളെ, നാട്ടിൽ മുഴുവൻ കറുപ്പന്മാരും വെളുപ്പന്മാരും തമ്മിൽ വലിയ പ്രശ്നമാണ്, കറുത്തിരിക്കുന്നവരെയൊക്കെ അപമാനിക്കുകയാണ്, നമ്മൾ ദ്രാവിഡരാണ്, മറ്റോമാരൊക്കെ ആര്യന്മാരാണ്, ഈ ദളിതരിൽ ഇഷ്ടംപോലെ വെളുത്തിരിക്കുന്നില്ല, അവരൊക്കെ ആര്യന്മാരാ.
അപ്പർ ക്ലാസ്സിലുള്ള ഒരുപാട് പേര് കറുത്തിരിക്കുന്നില്ല, അവരൊക്കെ ദ്രാവിഡന്മാരെ. ഇതൊക്കെ വെറും ഫോൾസ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ആ ഉള്ളിൽ ആ ഒരു അടിച്ചമർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ അപകർഷതാബോധവും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുവരരുത്. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു കഥ ഓർമ്മിക്കുന്നു. അതിലെ കഥയല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, എനിക്ക് പിന്നീട് ഈ വെളിവും വെള്ളിയാഴ്ചയൊക്കെ വന്നപ്പോൾ നമുക്ക് തോന്നിയ ഒരു വലിയൊരു അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. കാര്യം എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ ഇത്രയും കാലം PG വരെ ഞാൻ പഠിച്ചതിൽ എൻ്റെ കൂടെ ആ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നത്. പുള്ളിയുടെ പേര് സന്ദീപ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ ബ്രാഹ്മണനേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഉന്നത കുലജാതൻ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ അടങ്ങുന്ന ആ ഒരു ഗ്യാങ്, ഞങ്ങൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ്, സെക്കൻഡ് ബാക്ക് ബെഞ്ചിലൊക്കെ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് വളരെ വലിയൊരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവിടെ ഞാൻ കാണിച്ചു എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു. കാര്യം ഇവൻ നമ്പൂതിരിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവന്റെ മുന്നിൽ വെച്ച് വളരെ വൾഗർ ആയിട്ടുള്ള നമ്പൂതിരി കഥകൾ പറയും. കാര്യം അവന് ഫീൽ ചെയ്യണം, അവൻ എന്തോ പണ്ട് എന്തോ മഹാഭാവം ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിന്താഗതിയിൽ ഞങ്ങൾ അവനെ ഇങ്ങനെ ഇതുപോലുള്ള കഥകൾ പറഞ്ഞ് ടോർച്ചർ ചെയ്യും. കൂടാതെ ഞങ്ങളുടെ ആ ഒരു സൗഹൃദ വലയം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോഴും ഈ PT പീരീഡ് കളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അവനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണത്. മനഃപൂർവ്വമല്ല, അന്നത്തെ ആ പിഞ്ച് മനസ്സിൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 12-13 വയസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 12 വയസ്സ് എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞങ്ങൾ അവനെ ഒറ്റപ്പെടുത്തിയിരുന്നു. അവന്റെ കൂടെ 1-2 കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ അടുത്തൊന്നും വന്നിട്ട് നമ്മളായിരുന്നു ക്ലാസ്സിൽ എന്ത് കളിക്കണം, എന്ത് ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ കളിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് തന്നെ ഞങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൻ വെജ് ആണല്ലോ, ഈ വെജ് കഴിക്കുന്ന ഇവന്റെ പാത്രത്തിൽ ഞങ്ങൾ ഈ ഉണക്കമീൻ കൊണ്ട് വെച്ചു കൊടുക്കും. ഉണക്കമീൻ എന്ന് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ മിക്കപ്പോഴും സ്കൂളിലെ കഞ്ഞിയാണ് കുടിക്കാറ്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതിന് സ്കൂളിന്റെ മതിലൊന്നുമില്ല, ഒരു മൺതിട്ട, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്മച്ചി വന്ന് ഇങ്ങനെ പായ വിരിച്ചിരിക്കും. പല പല ചെറിയ 25 വയസ്സുടെ 10 വയസ്സുടെയൊക്കെ മുട്ടായി ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഉണക്കമീൻ പൊരിച്ചു കൊണ്ടുവരും. അതുപോലെ ഉണക്കമീൻ പൊരിച്ചല്ല, പൊള്ളിച്ചത്. അതുപോലെ തന്നെ അച്ചാറൊക്കെ കൊണ്ടുവരും. 50 പൈസയൊക്കെ ഉള്ളൂ, 50 പൈസയ്ക്ക് അച്ചാറും 1 രൂപ കൊടുത്ത അച്ചാർ, ഒരു ഉണക്കമീൻ്റെ ഒരു കഷ്ണം തരും. ഞങ്ങൾ ഇതാണ് ഈ കഞ്ഞിയിൽ ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇവരെ ചില ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾ ഇഷ്ടംപോലെ പേരുണ്ട്, വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ഈ ഉണക്കമീൻ ഇവന്റെ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൻ പാത്രം അടച്ച് വെക്കുന്നതും കണ്ടിട്ടുണ്ട്, അവൻ കഴിക്കാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴൊന്നും എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ആ ഒരു തമാശ കളി, കൂട്ടുകാരുടെ ആ ഒരു കളി തമാശ രീതിയിലാണ് ഞാനൊക്കെ അത് എടുത്തിട്ടുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെളിച്ചം നല്ല രീതിയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അപ്പോഴെനിക്ക് ഇവനെ ഓർമ്മ വന്നു. ഞാൻ എല്ലാവരെയും തുല്യരായി കാണാൻ തുടങ്ങിയതോടുകൂടി, അതായത് അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ മറ്റു കാസ്റ്റ്, ഇതൊന്നും ചിന്തയ്ക്ക് വരാതെ നമ്മൾ നോക്കണമെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇവനെ ഓർമ്മ വരാൻ തുടങ്ങി. ഇവന്റെ മുഖം വളരെ ഒരു മൈന്യൂട്ടായിട്ട് പുള്ളിയുടെ മുഖം ഓർമ്മയുള്ളൂ. ഒരു തടിച്ച് ഒരു കൊഴുത്ത് നല്ലൊരു സുന്ദര കുട്ടപ്പനാണ്. അവനോട് ഞാൻ ഇപ്പോൾ മാപ്പ് ചോദിക്കല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. നീ എവിടെയെങ്കിലും വെച്ച് കാണുമോ? അപ്പോൾ ഞാൻ അത് ഒരുപാട് ആലോചിച്ചപ്പോൾ, ഈ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ നാട്ടിലെ സഖാക്കളായിട്ടുള്ള ആൾക്കാർ, പാർട്ടിയുടെ നല്ല സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നാട്ടിലെ സഖാക്കൾ ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിൽ പോലും ഈ എപ്പോഴും ഈ ചില സിനിമകളിലൊക്കെ ഈ തമ്പ്രാട്ടി സിനിമകളൊക്കെ നമ്മൾ കാണുമല്ലോ, സിനിമയെ പഴയ പീരിയഡ് മൂവീസൊക്കെ വീട്ടിലല്ല വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിരുന്നാണ് കാണുക. അപ്പൊ അതൊക്കെ കാണുമ്പോഴും അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കാവിലെ ഉത്സവം ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ഈ ഒരു പണ്ട് കാലത്ത് ജാതീയപരമായി അടിച്ചമർത്തിയിരുന്ന ഈ കഥകൾ, കുഴികുത്തി കഞ്ഞി കൊടുത്ത കഥകൾ, തീണ്ടാപ്പാട് അകലെ നിർത്തിയ കഥകൾ, ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ എപ്പോഴും വീട്ടിലൊക്കെ സംസാരം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ആ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ നടത്തി എന്നതിനുള്ള ആ ഒരു ഭയങ്കര വെറുപ്പ്, അയ്യങ്കാളിക്ക് ഇവരോട് വെറുപ്പായിരുന്നു. അയ്യങ്കാളിക്കുന്ന വെറുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആ കാസ്റ്റിസം കാണിച്ചവരോടായിരുന്നു വെറുപ്പ്. നമ്മളോടൊപ്പം പന്തി ഭോജനത്തിലും സമപന്തി ഭോജനത്തിലും വന്നിരുന്ന ഒരുപാട് ഉന്നത കുലജാതരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ തള്ളിക്കളയണം. അന്ന് അവർ നടത്തിയ ത്യാഗങ്ങളൊക്കെ നമ്മൾ തൃണവൽക്കരിച്ച് കളയണം ഈ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുമ്പോൾ. അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ ചർച്ചയിലുണ്ടോ, മൈൻഡ് വളരെ വളരെ ഇടുങ്ങിപ്പോയി നമ്മുടെ ചിന്താഗതി. നമുക്ക് വായിക്കാൻ തരുന്ന പുസ്തകങ്ങളൊക്കെ ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട പുസ്തകങ്ങളായിരുന്നിരിക്കണം. ഒരു പക്ഷെ സംസാരിക്കുന്നത് മുഴുവനും ഈ ടോപ്പിക്ക് ഒരുപാട് കയറി വരും. അപ്പോഴൊക്കെ ഇവരൊരു നികൃഷ്ട ജീവികളാണ്, അല്ലെങ്കിൽ ഇവരെ ഒന്നും അടുത്തിരുത്താൻ കൊള്ളുന്നവരല്ല, ഇവരൊക്കെ വേറെന്തോ ജീവിവർഗമാണെന്നുള്ളൊരു ചിന്ത ഒരു പക്ഷെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാതെ ഞങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടായിരുന്നിട്ടുണ്ടാവും. അല്ലാതെ അവൻ വെജ് കഴിക്കുന്നത് അവൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചുള്ള സ്വാതന്ത്ര്യമാണെന്നും അവന് കഴിക്കാമെന്നും വേടൻ ഇപ്പൊ 2 ദിവസമായിട്ട് പറയുന്നു, ഞാൻ ബീഫ് കഴിക്കും, ഞാൻ എന്നും ബീഫ് കഴിക്കും, ഞാൻ ഉച്ചയ്ക്കും രാത്രി വൈകിട്ടും ബീഫ് കഴിക്കും. 2 ദിവസമായിട്ട് വേടൻ പറഞ്ഞു നടക്കുന്നത്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. വേടനോട് ഞാൻ പറയുന്നു, വേടൻ നിങ്ങൾക്ക് വൃത്തിയുള്ള ബീഫ്, ഐ മീൻ പെർഫെക്റ്റ്, ഒരു ഹോട്ടലിൽ കയറിയാലോ ഒരു സ്ഥലത്ത് ചെന്നാലോ 100%
പോത്തിറച്ചിയാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ പറ്റിയ സ്ഥലം ഉത്തർപ്രദേശും ഗുജറാത്തുമാണ്. നമ്മളെവിടെ പശുവും കാളയും എരുമയൊക്കെ കിട്ടും. നീ 140 രൂപ കൊടുത്ത് 300 പോലും വിലയില്ലാത്ത പശുവിന്റെ ഇറച്ചിയൊക്കെ മേടിച്ച് തിന്നേണ്ടി വരും. നീ ഉത്തർപ്രദേശിൽ അവിടെയൊക്കെ പോയൊക്കെ നീ പെർഫെക്റ്റ് 450 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒറിജിനൽ പോത്തിറച്ചി തന്നെ കിട്ടും. ഇപ്പൊ കുറച്ചു നാളായി പുള്ളി ഈ പറഞ്ഞു തുടങ്ങിയിട്ട്. ഇതൊക്കെ ഈ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയതിന്റെ ഒരു ഫലമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇദ്ദേഹം വെജ് കഴിക്കുന്നത് അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് അനുവദിച്ചിട്ട് സ്വാതന്ത്ര്യമാണെന്നും 1950 വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാമെന്നും അതിനുശേഷം ജനാധിപത്യ മുറയിൽ നമ്മൾ തന്നെ വോട്ടെടുത്ത് ജയിപ്പിക്കുന്ന ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെന്നും നമുക്ക് എന്തെങ്കിലും കുറവുകളോ നമ്മളോട് എന്തെങ്കിലുമൊക്കെ വിവേചനങ്ങളൊക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിനെ നമ്മൾ ചോദ്യം ചെയ്യണമെന്നും എന്നാൽ മാത്രമേ ഭരണകൂടം അതിനെ കൃത്യമായിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുള്ളൂ എന്നും നമ്മൾ സാമ്പത്തികമായി മുന്നേറാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുക, കുട്ടികളൊക്കെ പിന്നോക്കമായി പോവുക, വീടില്ലാതിരിക്കുക, അവരുടെയൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഇതൊക്കെ ഭരണകൂടത്തിനെ നോക്കിയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാതെ, അങ്ങനെ ആയിരുന്നു നമ്മുടെ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട്. ഒരാള് പോലും അങ്ങനെയൊന്നും അല്ല പറഞ്ഞു തരുന്നത്. ഒരു സ്ഥലത്ത് ഇവർ വെറുപ്പ് സൃഷ്ടിക്കുന്നു. ഹിന്ദു മുസ്ലിം സൗഹൃദം വേണം, ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദം വേണം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സൗഹൃദം വേണം എന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരാളും ഇന്ന് വരെ എൻ്റെ അടുത്ത് ഈ സവർണർ അവർണരൊക്കെ ഇല്ല മക്കളെ, അതൊക്കെ ഉന്നത കുലജാതർ അല്ലെങ്കിൽ ഈ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ അന്ധകാലം. ഇപ്പൊ നമ്മൾ ജനാധിപത്യത്തിലല്ലേ പോകുന്നത്. ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭരണകൂടത്തോട് ചോദിച്ചു മേടിക്കേണ്ടതാണ്. അവിടെ ഇരിക്കുന്നത് അപ്പർ കാസ്റ്റ് ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ആൾക്കാരും ഒക്കെ ഇല്ലേ, എല്ലാത്തിനും വാ തുറന്ന് ചോദിച്ചുകൂടെ, ഇതൊക്കെ സംസാരിച്ചുകൂടെ, കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ചോദിച്ചുകൂടെ? ഇങ്ങനെയൊന്നും പറഞ്ഞു പഠിപ്പിക്കാതെ ആ ഒരു ഹിന്ദുക്കളുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഇവർ ഈ ഉന്നത കുലജാതർ, മറ്റേ ആൾക്കാർ, മറിച്ച ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് സംസാരിക്കും. അതുപോലെ ഇവരോടൊക്കെ തിരിച്ചു പ്രതികാരം ചെയ്ത് ഒരു റിവേഴ്സ് കാസ്റ്റിസം ഉണ്ടാക്കിയെടുക്കാനൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ ആൾക്കാർ മാറ്റിവെക്കുക. ഇതിനെ മുതലെടുക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നാട്ടിലെ മതപരിവർത്തനവാദികൾ, മുസ്ലിം മതമൗലികവാദികൾ, ക്രിസ്ത്യൻ പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളവരൊക്കെ, ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാമല്ലോ, നല്ല മുസ്ലിങ്ങളും തങ്ങളുടെ മക്കളെയും പഠിപ്പിച്ച് സ്വന്തം കാര്യം നോക്കി സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആലോചിക്കുന്നവരും, മറ്റ് ക്രിസ്തുവാണ് വലുതെന്നും ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ വലുതാണെന്നും ഞങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അത് ഞങ്ങളുടെ കാര്യമാണെന്നൊക്കെ വിശ്വസിച്ച് ആ പോകുന്നവരൊക്കെ, അവരെ ഒന്നും ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. പകരം ഹിന്ദുക്കളൊക്കെ മോശമാണ്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മോശമാണ്, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ മോശമാണ്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, നിങ്ങൾ ഭയങ്കര ജാതീയതയാണ്, നിങ്ങളുടെ ജാതീയത ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഉന്നത കുലജാതർ അടിച്ചമർത്തുന്നു, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഈ വക കാര്യങ്ങളെ മുതലെടുക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സാമ്പത്തികമായി തകർന്നു പോവുകയും എന്നാൽ ഇന്റലക്ച്വലായി എവിടെയെങ്കിലൊക്കെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ ഇവർ പണം ഉപയോഗിച്ചും മറ്റു പലതും ഉപയോഗിച്ചും സ്വാധീനിച്ചും ഇത്തരം കാര്യങ്ങളെ വീണ്ടും വീണ്ടും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. അതിൽ വീണു പോകുന്ന ഒരുപാട് പേരുണ്ട്. എനിവേ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കാതിരിക്കുക. ഹിന്ദു മുസ്ലിം സൗഹൃദം, ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദം ഒക്കെ ഉള്ളതുപോലെ തന്നെ ഹിന്ദുക്കൾക്കുള്ളിലും എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദത്തിലും കാര്യത്തിലും തന്നെയാണ് പോകുന്നത്. തെന്നിയും തെറിച്ച് അവിടെ എവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ട്, കാര്യം നടക്കും. കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മറ്റ് ഭരണകൂടങ്ങൾ എല്ലാവരും തന്നെ ഈ ജാതീയത പ്രോത്സാഹിപ്പിക്കാനല്ലാതെ ഇതിനെ അവസാനിപ്പിക്കാനോ ഹിന്ദുക്കളെ, പിന്നോക്ക ജാതിക്കാരെ എല്ലാം ഉന്നതിയിലേക്ക് എത്തിക്കാനോ ഒന്നുമല്ല അവർ നോക്കിയത്. പരമാവധി കട്ടിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ എക്സാമ്പിൾ ആണ് വയനാട് 50 ലക്ഷം രൂപ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുടുംബശ്രീ വഴി കൊടുത്ത പൈസ ഇടതുപക്ഷത്തിലുള്ളവർ മുക്കിയത്. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടില്ലേ? അവർക്ക് അത് വെച്ചിട്ട് ഒരു ചെറിയ വ്യവസായ സംരംഭങ്ങൾ ഓരോ കുടുംബത്തിനും കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് അവരുടെയൊക്കെ കുട്ടികൾക്ക് നല്ലൊരു, എന്താ പറയുക, സർക്കാർ ജോലി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇട്ടിരിക്കാൻ വേണ്ടുന്ന ഒരു വകതിരിവ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസ ചിട്ടയോടുകൂടി അവരെ കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്താൽ ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകൂലേ? അങ്ങനെ രക്ഷപ്പെടരുതല്ലോ, ഇങ്ങനെ കിടക്കണം. അതിനുവേണ്ടി മറ്റു പാർട്ടിക്കാർ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയൊരു ഇക്കോസിസ്റ്റമാണ്. ഇതൊക്കെ ഒരു വലിയ ബ്രെയിൻ വാഷ് ആണ്. അല്ലാതെ കറുപ്പ് വെളുപ്പ്, ഉന്നത കുലജാതൻ, സവർണൻ അവർണൻ, ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ വേർഡുകൾ മാത്രമാണ്. തെന്നിയും തെറിച്ച് നടക്കുന്ന സാധനങ്ങൾ അത് ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് പറയാനും പാടുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തീവ്രവാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ തീവ്രവാദിയെ മാത്രമല്ലേ പറയാറുള്ളൂ, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയാറില്ലല്ലോ. അതേപോലെ തന്നെ ജാതി അധിക്ഷേപമോ ജാതി വേർതിരിവോ കാണിക്കുന്ന ഏതെങ്കിലും ഉന്നത കുലജാതനുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ് എന്ന് അഖിൽ ബാബു മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ആ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്താഗതികളൊക്കെ മാറും. ജയ് ഹിന്ദ്.